അപ്പം നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് വന്ന് നമ്മളെ പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കൂലേ, അപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇതിലൂടെ ആയിരിക്കും ആ ഇഴജീവി പാമ്പ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഈ ബക്കറ്റിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കിയിരുന്നു. തമ്പുരാനെ, ഞാൻ ആകെ പേടിച്ച് പോയിട്ടോ. കാരണം നമ്മളൊക്കെ അതിനൊക്കെ ഇട്ട് ചവിട്ടിക്കണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, അവസ്ഥ? എന്ത് വിഷമുള്ള പാമ്പായിരിക്കുമല്ലോ. അല്ലാതെ ചേരയും നീർക്കോലിയൊന്നും ആ സമയത്ത് രാത്രി സമയങ്ങളിൽ വരില്ലല്ലോ. പുലർച്ചെയാണല്ലോ, 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പുറത്ത് വാതിൽ തുറന്നൊന്ന് നോക്കുമ്പോഴാണ് അത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ഷെഡ് പറ്റ താഴെ ആയതുകൊണ്ട് തന്നെ നിലത്താണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഷെഡിൻ്റെ വാതിൽ അടച്ചിടില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, ചായക്ക് ഇതാ വെള്ളം മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയും പൂളി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചായക്കടി അതാണ്. അപ്പോൾ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിയും കപ്പയിട്ട് വെക്കാൻ വിചാരിച്ചു. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ റേഷനരിയാണ്, പതുക്കെ വേവാണ് കേട്ടോ. അപ്പോൾ അന്നേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങോട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിക്കും, ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടിട്ടോ. തിളച്ചിട്ട് അത് ഊറ്റിക്കളഞ്ഞാൽ നല്ല ചോറാവും. അപ്പോൾ അത് കളയാനിങ്ങോട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച ചോറായിരുന്നു, അതിലുള്ള ബാക്കിയാണ് ഇട്ടത്. അപ്പം ഞാനത് ഇന്നലെ വൈകുന്നേരം ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെല്ലെ തിളക്കണതോട് കൂടി വാങ്ങി ഊറ്റിയാൽ ഈ ചോറ് ഒന്ന് കഴിക്കാമല്ലോ, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ആദ്യം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കളയും, എന്നിട്ട് പിന്നെയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ഗ്യാസുമ്മ വെച്ച് തിളപ്പിക്കണം കേട്ടോ. 1-2 തള തിളച്ചാൽ നമുക്കത് വാങ്ങുകയും ചെയ്യാം. നല്ല ചോറല്ലേ. ഇപ്പോൾ കടയിലൊക്കെ എന്തായാലും അരിൻ്റെ വില ആരും വാങ്ങൂല, കടയിൽ നിന്നൊന്നും വാങ്ങാൻ കഴിയില്ല, അത്രയും വിലയാണ്. നമ്മൾ പാവപ്പെട്ട അമ്മക്ക് റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ അരി കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ വലിയ കുഴപ്പമില്ല. ഇതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ പോലും നാഴി അരി നല്ലത് വെക്കട്ടെ, കഞ്ഞിവെള്ളം വേണ്ടി വരുമല്ലോ കുഞ്ഞാണിയൊക്കെ, അത് കഞ്ഞി കുടിക്കണമെങ്കിൽ കഞ്ഞിവെള്ളം വേണ്ടി വരുമല്ലോ വിചാരിച്ചിട്ട് നാഴി അരി കൊണ്ട് നല്ല ചോറും വെക്കുകയാണ്. അപ്പോൾ ഒന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയും ഇറച്ചിയൊക്കെ ഇട്ടിട്ടൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ വീഡിയോ കാണിക്കണില്ല. ഇന്നാണെങ്കിൽ എനിക്ക് നേരം വഴുകി. ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ കണ്ടിട്ട് ഞാൻ അകത്തേക്ക് വന്ന് ഈ കപ്പ ഇതൊക്കെ കട്ട് ചെയ്തെങ്ങാണ്ട് ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിലൊഴിച്ചിട്ട് ഞാൻ ഒന്ന് കടന്നു കേട്ടോ. കടന്നപ്പോൾ ഒന്നങ്ങോട്ട് മയങ്ങിപ്പോയി, നേരം വഴുകി. ഈ ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ നമുക്ക് 8:30 മണിയാകുമ്പോൾ അംഗനവാടിക്ക് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് പെട്ടെന്നാണ് കേട്ടോ ജോലി എടുത്ത് തീർക്കുന്നത്. അപ്പോൾ ഇറച്ചി വെക്കാനുള്ള സാധനങ്ങൾ, ഇറച്ചിയും പുളി വെക്കാനുള്ള സാധനങ്ങളാണ് പോയി മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഒന്നും കാണിക്കണില്ല, കാരണം നേരം വഴുകിയതായതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ കാണിക്കണുള്ളൂ, കുറച്ച് വീഡിയോസേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഓളെന്ന ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ അതാ ഞാൻ അട ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ ചക്കപ്പല്ല കേട്ടോ, അല്ലാത്ത അട ഉണ്ടല്ലോ, അരിപ്പൊടി നാളികേരമൊക്കെ കുഴച്ചിട്ട് ഒരു അടയും കൂടെ ചുടാട്ടത്. എനിക്കല്ല കേട്ടോ, ഇത് വേറെ ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അട ചുട്ടാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഞാനും കുഞ്ഞാണിയാക്കി എടുത്തിട്ടോ, ബാക്കി ഓർഡർ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയട ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലേ, അപ്പോൾ നമുക്ക് ചുട്ടാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇലയുടെ ചുടുമ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇലയുടെ അത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല. എൻ്റെ ഇലട എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരിലും ഡബിൾ വലിപ്പത്തിൽ കട്ടിയിലും കലത്തിലാണ് ഞാൻ ചുട്ടിട്ടുള്ളത്. ഇത് മുറിച്ചെടുത്ത് കഴിക്കണം, കാരണം ഒരട ഒരാൾ കഴിക്കൂല, അത്രയും വലിപ്പത്തിലാണ് അട ഞാൻ ചുട്ടിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കും, അല്ലാത്തത് ഞാൻ ഓർഡർ ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാത്രത്തിലുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാനൊരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചിക്കൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കടുകും ഉലുവയും പിന്നെ വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് അതിലേക്ക് ഉള്ളി വാട്ടി കൊടുക്കണം കേട്ടോ. ഉള്ളി വാട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മറ്റ് ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ ഇടുന്ന സാധാരണ പൊടികളും മസാലപ്പൊടികളും മാത്രമാണ് ഇടുന്നത്, അതിലേറെ എക്സ്ട്രാ ഒന്നുമില്ല. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നല്ലതുപോലെ ചതച്ചിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. വെള്ളം കൂട്ടാതെ ഒന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. കാരണം ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ചുമയാണ് കേട്ടോ. ഞാൻ കുളിച്ചപ്പോഴേ ഇവിടെ നല്ല തണുപ്പാണ്, തല നനച്ച് കുളിച്ചപ്പോൾ
എന്തോ ചുമയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക, എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ ഒന്ന് വെച്ച് നോക്കുകൊണ്ടിട്ടോ. ഇങ്ങനെ ചിക്കൻ വെച്ചാൽ നല്ല ഒരു ടേസ്റ്റാണ്, അടിപൊളിയാണ്, കിടുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളം തീരില്ലാതെയാണ് നമ്മളിത് ഇങ്ങനെ വഴറ്റി കൊടുക്കണത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒരു തുള്ളി തെളിച്ചിട്ട് വഴറ്റി കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഗരം മസാല അടക്കം പെരുജീരകവും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും നമ്മളത് ഇട്ട് കൊടുക്കുക. നമ്മളെ എരിവിന് എത്രയാണ് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും വേണ്ടത് അതെത്രയും ഇട്ട് കൊടുക്കട്ടോ. പിന്നെ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഏറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി നല്ലത് തന്നെയാണ്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളത്തിലൊന്നും അങ്ങോട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി, വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ കഷ്ണം ഇട്ടിട്ട് ഉപ്പിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാ മല്ലിച്ചപ്പും കൂടെ വേണം, എന്നാലുള്ളൂ ഇത് അടിപൊളി കറിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കുക, തുള്ളി വെള്ളം വേണമെങ്കിൽ തെളിച്ച് കൊടുക്കുക, ചാറ് കറി പോലെ വേണമെങ്കിൽ ഉണ്ടാക്കുക, അല്ലാതെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതാ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത്. ഞാൻ അധികവും കല്ലുപ്പ് തന്നെയാണ് വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഗ്രേവി കുറച്ച് കുറവാണോ എന്നൊരു തോന്നൽ. അപ്പോൾ അതാ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. നമ്മളെ ചിക്കൻ കുട്ടപ്പന്മാരൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം നല്ല ഇളക്കി കൊടുക്കുക. ചിക്കൻ വലിയ പീസാക്കിയിട്ട് വേണം ഈ കറി ഉണ്ടാക്കണമെങ്കിൽ കേട്ടോ, പറ്റ കുഞ്ഞാക്കരുത്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കലം കുറച്ച് ചെറുതായി പോയിട്ടോ, സാരല്ല. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചുട്ടവും കൊണ്ട് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കുമല്ലോ. അടി പിടിച്ചാൽ നമുക്ക് എന്താ പറയുക, ചട്ടിയും കേടുവരും, ചാറ് നമ്മളെ ചിക്കനും കേടുവരും, ചൊവയൊക്കെ മാറും. അപ്പോൾ അതിൻ്റെ മറ്റേ എന്താ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഇറച്ചികളൊക്കെ പിന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നല്ലോണം എന്നിട്ട് ഇളക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ ഇത് വെന്ത് കിട്ടൂലല്ലോ. പിന്നെ വരട്ടി പോലെ ആക്കണമെങ്കിൽ ഇത്രയൊന്നും വെള്ളം വേണ്ട, മൺചട്ടി ആവുകൊണ്ടേ വെള്ളം പെട്ടെന്ന് വറ്റും. ഇതിന്ന് കുറച്ച് കറിവേപ്പിൻ്റെ ലിറ്റർ വേവിച്ചാൽ നമ്മളെ ചിക്കൻ കറി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. എല്ലാവരും ദുആ ചെയ്യണം. നമ്മൾ എന്താ പറയുക, നമുക്ക് ആർക്കും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യട്ടോ. പിന്നെ ഞാനൊരു മുട്ട പൊരിക്കാം കേട്ടോ, ഒരു മുട്ട അല്ല കേട്ടോ, ഒരു 3-4 മുട്ടയാണ് പൊരിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കണത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ അതാ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കൂട്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല പോലെ സെറ്റാക്കിയിട്ട് ചട്ടിക്ക് ഇങ്ങോട്ട് പാർന്ന് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കട്ടി കൂടിയോ എന്ന് സംശയം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു കീറൽ കൊടുക്കട്ടോ, അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടൂല. 2 സൈഡിൽ 4 കഷ്ണാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുട്ട പൊരിച്ചിട്ടുണ്ടോ, ഇങ്ങനെ മുട്ട പൊരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പൊരിച്ചോക്കൊണ്ട് കഴിച്ചോക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ദാ പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുന്നത് പോലെ മുട്ട ഒന്ന് പൊരിച്ച് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതൊന്ന് തിരിച്ചൊന്ന് ഇട്ടോക്കാം, അല്ലെങ്കിൽ ഒന്നായിട്ട് അപ്പം പോലെ കിട്ടൂലത്, കാരണം അതിങ്ങോട്ട് പൊന്തണില്ല, അത്രയും വെയിറ്റാണ്. ഒരു 3-4 മുട്ടയാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പൊരിക്കലുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പൊരിക്കേണ്ടത്. സാധാരണ ഞാൻ കുരുമുളക് പൊടി ഇടാറുണ്ട്, പക്ഷേ ഇന്ന് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ പൊരിച്ചാലൊന്നും ടേസ്റ്റ് കിട്ടില്ല, ഇരുമ്പിൻ്റെ ചട്ടിയിൽ മുട്ട പൊരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് പെട്ടെന്ന് അംഗനവാടിക്ക് പോകണം, അതിനുള്ള ധൃതിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാമ്പിനെ കണ്ടതൊന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. രാവിലെ എണീറ്റ് വന്ന് ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് പിന്നെ പുറത്ത് ഈ വാതിൽ അടച്ചിടലാണ്, ഇത് തുറന്ന് നോക്കുമ്പോഴാണ് അതിലൂടെ പാമ്പ് വന്നതായിരിക്കാം. ഈ തലക്ക ഇവിടെ ബക്കറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, നേരം വെളുക്കണീൻ്റെ മുന്നേ കേട്ടോ കണ്ടത്. ഞാൻ രാവിലെ എന്നും ലൈറ്റ് ഇട്ടിട്ട് ഇവിടെയൊക്കെ നോക്കും, വടച്ച തമ്പ്
തമ്പുരാൻ നമ്മൾ അങ്ങനത്തെ ജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമുക്കാർക്കും തരാതിരിക്കട്ടെ. അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ പാമ്പ് കയറി വന്നാൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഷെഡിൻ്റെ വാതിൽ എപ്പോഴും അടച്ചിടല് കേട്ടോ. ഷെഡിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിലും കൊത്തിയിട്ടിട്ടേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ കാരണം ഇഴജന്തുക്കൾ കയറി കൂടിയാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടി, ഇവിടെ നിന്നൊക്കെ ഇഴജന്തുക്കൾ കയറി വരും എന്നൊക്കെ ഉള്ളൊരു പേടിയും ബേജാറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അങ്കണവാടിക്ക് പോകാനായിട്ടുണ്ട്. എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.